രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന് കേരള ഹൈക്കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തി. സിനിമയുടെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സിനിമയിലെ ഉള്ളടക്കം സമൂഹത്തിലെ മതസൗഹാർദ്ദത്തിന് വലിയ ഭീഷണിയാകുമെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഈ കർശന നടപടി സ്വീകരിച്ചത്. സിനിമയുടെ സെൻസർ ബോർഡ് അനുമതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് ജസ്റ്റിസുമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സിനിമ വീണ്ടും കണ്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടു. വസ്തുതകളെ വികലമായി ചിത്രീകരിക്കുന്ന പ്രവണത അനുവദിക്കാനാവില്ലെന്ന സൂചനയാണ് കോടതി നൽകുന്നത്. സിനിമ കണ്ട് കൃത്യമായ വിലയിരുത്തൽ നടത്താൻ തങ്ങൾക്ക് സാധിച്ചില്ലെന്ന് കോടതി തുറന്ന് സമ്മതിച്ചു. കോടതിക്ക് മുന്നിൽ സിനിമ പ്രദർശിപ്പിക്കാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞു മാറിയതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. സുതാര്യത ഉറപ്പാക്കേണ്ട ഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിന്മാറ്റം കോടതിയിൽ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചു. ഹർജികളിൽ അന്തിമവാദം തീരും വരെ സിനിമയുടെ പ്രദർശനം പാടില്ലെന്ന മുൻ ഉത്തരവ് കോടതി ശരിവെച്ചു. സിനിമ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സമയപരിമിതി മൂലം അത് നടന്നില്ല. എന്നാൽ കോടതിക്ക് മുൻപിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറല്ലെന്ന കർക്കശമായ നിലപാടാണ് നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് സ്വീകരിച്ചത്. സെൻസർ ബോർഡാണ് സിനിമ കാണേണ്ടതെന്നും കോടതിക്ക് അതിൽ അധികാരമില്ലെന്നും നിർമ്മാതാക്കൾ തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ വാദിച്ചു. കോടതി നടപടികളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ നിലപാട് നീതിന്യായ വ്യവസ്ഥയോടുള്ള അവഗണനയാണെന്ന് ഹർജിക്കാർ ആരോപിച്ചു. നിയമപരമായ പരിശോധനകളിൽ നിന്ന് സിനിമയെ മാറ്റി നിർത്താനുള്ള ശ്രമമാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. വാദത്തിനിടെ നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കേരളത്തിന് മാത്രമായി ഒരു പ്രത്യേക അഭിമാന ബോധമില്ല, രാജ്യത്തിന്റേതാണ് യഥാർത്ഥ അഭിമാനബോധം എന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. കേരളത്തിന്റെ തനിമയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ നിലപാടെന്ന് കേരളത്തിലെ വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. 2024 പുറത്തിറങ്ങിയ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം തന്നെ വലിയ തോതിൽ വസ്തുതാവിരുദ്ധമായ ഉള്ളടക്കത്തിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിരുന്നു. 32,000 പെൺകുട്ടികൾ മതം മാറി എന്നതടക്കമുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് സിനിമ ശ്രമിച്ചതെന്ന് അന്ന് തന്നെ തെളിയിക്കപ്പെട്ടിരുന്നു. ഇതിൽ തുടർച്ചയായി എത്തുന്ന രണ്ടാം ഭാഗവും വിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ആക്ഷേപം ശക്തമാണ്. രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധം കനത്തത്. ട്രെയിലറിലെ ചില ദൃശ്യങ്ങൾ അങ്ങേയറ്റം പ്രകോപനപരവും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഐക്യം തകർക്കാൻ ബോധപൂർവമായ ശ്രമം സിനിമയുടെ പിന്നണി പ്രവർത്തകർ നടത്തുന്നുണ്ടെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം കഥാപാത്രങ്ങൾ ചേർന്ന് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗമാണ് ട്രെയിലറിലെ ഏറ്റവും വിവാദമായ ഭാഗം. മതപരമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്താനാണ് ഇത്തരം രംഗങ്ങളിലൂടെ ശ്രമിക്കുന്നതെന്ന് വിവിധ സമുദായ നേതാക്കൾ പ്രതികരിച്ചു. ഇന്ത്യ വൈകാതെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറുമെന്ന തരത്തിലുള്ള ടീസറിലെ പരാമർശങ്ങൾ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഭീതിജനകമായ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം ഇല്ലാതാക്കുമെന്നും വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്നും കോടതി വിലയിരുത്തി. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന കാര്യമാണെന്ന് ഹർജിക്കാർ വാദിച്ചു. സിനിമയ്ക്കെതിരെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ലോകം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരും പ്രതിപക്ഷവും സിനിമയുടെ ഉള്ളടക്കത്തെ ഒരുപോലെ തള്ളിക്കളഞ്ഞു. യുവജന പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്തുടനീളം സിനിമയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് സിനിമയെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും മതനിരപേക്ഷ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നതാണ് സിനിമയുടെ പ്രമേയമെന്ന് സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. കലയെ വിദ്വേഷ പ്രചാരണത്തിനുള്ള ആയുധമാക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു സിനിമയ്ക്കും സാധിക്കില്ലെന്ന് സാംസ്കാരിക സംഘടനകൾ വ്യക്തമാക്കി. സിനിമയ്ക്കെതിരായ 2 ഹർജികളും നിയമപരമായി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സെൻസർ ബോർഡ് നൽകിയ അനുമതിയിൽ അപാകതകൾ ഉണ്ടോ എന്ന് കോടതി വിശദമായി പരിശോധിക്കും. വിദ്വേഷം വളർത്തുന്ന സംഭാഷണങ്ങളും ദൃശ്യങ്ങളും നീക്കം ചെയ്യാതെ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. സിനിമയുടെ നിർമ്മാതാക്കൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിനിമയിലെ ഓരോ രംഗവും സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് കോടതി വ്യക്തമാക്കി. 15 ദിവസത്തെ സ്റ്റേ ഓർഡർ സിനിമയുടെ റിലീസ് പദ്ധതികളാകെ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സിനിമയുടെ പ്രദർശനത്തിൽ ജാഗ്രത വേണമെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സിനിമയുടെ ഓരോ വശവും നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്.